ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതെവിടെയാണ് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത്. ഞാനല്ല, ഞങ്ങൾ. ഇതൊക്കെ കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ്. ഇപ്പോൾ ബോറടിച്ചപ്പോൾ എടുത്തിടുന്നതെന്ന് മാത്രം. അല്ലെങ്കിലും ഓരോന്നിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ എവിടെയാണ് പോയെന്നുള്ളത്. ഡെസേർട്ട് സഫാരി. ഉച്ചയ്ക്കൊരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. നേരെ വിട്ട് ഡെസ്റ്റിനേഷനിൽ. കൂടുതലൊന്നും പറയാനില്ല, ഒറ്റ വാക്ക് തന്നെ പറയാം, അടിപൊളി. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് കൂടെയെല്ലാം പോകുമ്പോഴുണ്ടല്ലോ, മറ്റേ നെസ്രിയൻ്റെ ഡയലോഗില്ലേ, അടിവയറ്റിൽ നിന്ന് മഞ്ഞ് വീഴുന്നത് പോലെ എന്നുള്ള, അതല്ല, അതുക്കും മേലെ എന്തൊക്കെയോ ഒരു ഫീല് തന്നെയാണ്. പക്ഷെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടേനു. അവർക്ക് 2 കുട്ടികളാണ്. അവർ 2 പേരും വൊമിറ്റ് ചെയ്ത് ആകെ മൊത്തം സീനാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡാക്കാണ്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമൽ റൈഡ്. ഈ ഒട്ടകത്തിനൊക്കെ ഇല്ലേ, ഇരുന്നിട്ട് പോലും ഒടുക്കത്തെ ഹൈറ്റാണ്. അത് ഞമ്മക്കറിയാമെന്നല്ലേ, എന്നാലും ഞാൻ പറയും, ഒരു മനസ്സുഖം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായ വേണ്ടുന്നവർക്ക് ചായയും കോഫി വേണ്ടുന്നവർക്ക് കോഫിയും, ഏതാണോ വേണ്ടത് അതുപോലെ നോക്കി ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അറബികളെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ എടുക്കാം. അതുപോലെ അവരെ പക്ഷീനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ, പിന്നെ കൈക്ക് മൈലാഞ്ചി ഇട്ട് വരുന്ന, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഞാനിതാ ഇവിടെ നിന്നിട്ട് കാര്യമായിട്ടുള്ള ആലോചനയിലാണ് ഏതാണ് ഫസ്റ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ പക്ഷീനെ പിടിച്ചിട്ടുള്ള ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അറബീൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ ഗ്രാൻഡ് മോസ്കോയിൽ പോയപ്പോൾ അവിടെ നിന്നിട്ട് ഫർദ ഇട്ടിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ആണല്ലോ നമ്മളെ മെയിൻ. അപ്പോൾ പിന്നെ അത് തന്നെ ഇവിടെയും വേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോസൊക്കെ ഒരു ഓർഡർ ഇല്ലാണ്ടാണ്, എന്നാലും ഇരിക്കട്ടെ അല്ലേ. മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എടുത്തത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി, അത്രമാത്രം. ഇതൊക്കെ കുറച്ചെൻ്റെ ഷോ ഓഫാണ്. അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ പിന്നെ ഇതുപോലത്തെ ഡാൻസ്, അതെന്തായാലും ഒരുപാട് നേരമുണ്ട്. ഇത് മാത്രമല്ല, മാറി മാറി വേറെ ഓരോ ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബെല്ലി ഡാൻസ്, അങ്ങനെ എന്താ പറയുക, ഒരുപാട് തരത്തിലുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇംഗ്ലീഷുകാരും അതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ്. മലയാളീസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ അവരൊരു സ്റ്റൈലിലുള്ള ഫുഡാണ്. മോശമെന്നല്ല, നല്ല ഫുഡാണ്. പക്ഷെ അവരൊരു സ്റ്റൈലിലുള്ള ഫുഡ്. അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ്, ഈ ഒരു പാക്കേജ് 150-200 ദർഹാറ്റം പെർ ഹെഡ്, അങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. എന്തായാലും പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പാണിത്. ഞങ്ങൾ 3 ആളും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്യാമൽ റൈഡ്. ഇരുന്നിട്ടാണെങ്കിൽ പോലും ഒടുക്കത്തെ ഹൈറ്റായിരുന്നു. ഇതിൻ്റെ മുകളിലൊന്ന് കയറിപ്പെടാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ട് ഒരു വിധത്തിലാണ് കയറിയിരുന്നത്. ഇതിൽ കയറുമ്പോഴും അതുപോലെ ഇറങ്ങുമ്പോഴും ഒരു കിളി പോയ അവസ്ഥയാണ്. ഒരു കിളിയല്ല, ഒരു 1.5 കിളി. അങ്ങനെ ഈ ക്യാമൽ റൈഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് തിരിച്ചു വരാനുള്ള പരിപാടി നോക്കി. അവരവരെ വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ച് നമ്മൾ പറയുന്ന സ്ഥലത്ത് ഇറക്കി തരും. ഏകദേശം ഒരു 9-9:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, ബൈ.